അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ ജീവിക്കുന്ന ജീവിതം, എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ശരിയായ രീതിയിലാണോ, അതല്ല മോശമായിട്ടുള്ള ശരിയല്ലാത്ത രീതിയിലാണോ ഞാൻ ജീവിക്കുന്നത് എന്നിങ്ങനെ കുറേ ചിന്തകൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. ഒന്നും കൂടി ലളിതമായി പറഞ്ഞാൽ, അള്ളാഹുവേ, ഞാൻ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ നീ തൃപ്തനാണോ എന്ന് എപ്പോഴെങ്കിലും അള്ളാഹുവിനോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ? ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരാളിങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫോൺ ചെയ്യുന്നത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു മനുഷ്യനുണ്ട്. അങ്ങനെ ഫോൺ ചെയ്യുന്ന ആൾ ഒരു വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്ക് എത്ര രൂപയാണ് കൊടുക്കുന്നത്? ആ ആൾ ജോലി ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഞാൻ ജോലി ചെയ്യും, എന്നെ വീട്ടിലേക്ക് നിയമിക്കും. അപ്പോൾ അവിടുന്ന് തിരിച്ചു പറയുന്നുണ്ട്, ഇല്ല, ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളിൽ ഞങ്ങൾ സംതൃപ്തനാണ്, ആളെ മാറ്റേണ്ടതൊന്നുമില്ല. അപ്പോഴും ഈ ആൾ വീണ്ടും പറയുന്നുണ്ട്, ആ ആൾ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ജോലി ചെയ്യും, ആൾക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ അത്ര എനിക്ക് തരേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ആ വീട്ടുടമ പറയുന്നുണ്ട്, ഇല്ല, ആ ആളെ മാറ്റേണ്ടതില്ല, ആ വ്യക്തി നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഈ മനുഷ്യൻ ഫോൺ കട്ടാക്കി. ഈ ഫോൺ ചെയ്ത ആളെ നിരീക്ഷിക്കുന്ന മറ്റൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, താങ്കളുടെ ഫോൺ വിളി ഞാൻ ശ്രദ്ധിച്ചു കേട്ടു, താങ്കൾക്കൊരു ജോലിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ വീട്ടിൽ ജോലി ചെയ്യാൻ താങ്കൾക്ക് സമ്മതമാണ്? ആ ചോദിച്ച മനുഷ്യനോട് ഈ മനുഷ്യൻ പുഞ്ചിരിച്ച് പറയുന്ന വളരെ ഭംഗിയായിട്ടുള്ള വാക്കുകൾ ഇങ്ങനെയാണ്, സാർ, എനിക്കൊരു ജോലിയും വേണ്ട, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്, അവർ ഞാൻ ചെയ്യുന്ന ജോലിയിൽ തൃപ്തനാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചതെന്ന്. എന്തൊരു സുന്ദരമായിട്ടുള്ള ഒരു ഇവാലുവേഷനാണതല്ലേ. ഇതേപോലെ അള്ളാഹുവിനോട് എനിക്ക് വിളിച്ചു ചോദിക്കാൻ പറ്റിയിട്ടുണ്ടോ? പടച്ചോനെ, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നീ തൃപ്തനാണോ? എൻ്റെ നമസ്കാരത്തിൽ നീ തൃപ്തനാണോ? എൻ്റെ നോമ്പിൽ നീ തൃപ്തനാണോ? എൻ്റെ സംസാര പെരുമാറ്റ എല്ലാ മേഖലയിലും നീ തൃപ്തനാണോ റബ്ബേ എന്ന് എനിക്ക് വിളിച്ചു ചോദിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ തൃപ്തി അടയുകയും അതൊക്കെ റെഡിയാണ്, പഠിച്ചവൻ സ്വീകരിച്ചിട്ടുണ്ടാവും, ഞാനല്ലേ ചെയ്തത്, അതൊക്കെ റെഡിയായിട്ട് പോയിട്ടുണ്ടാവും എന്ന ഒരു എന്താ പറയുക, ആത്മസംതൃപ്തിയിൽ ഇങ്ങനെ ജീവിച്ച് അങ്ങനെ ഒരു ഓളത്തിലിങ്ങനെ പോകുന്ന ഒരു മനുഷ്യനാണോ ഞാനെന്ന് ചിന്തിച്ച് നോക്കണം. നമ്മളൊരു വീട്ടിൽ വിരുന്നുകാർക്ക് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന വെക്കുക. അങ്ങനെ ഉണ്ടാക്കുന്ന സമയം, ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ വിഭവങ്ങളൊക്കെ ഒന്നോ രണ്ടോ തവണ രുചിച്ചു നോക്കാറുണ്ട്. കാരണം ആ ഗസ്റ്റിൻ്റെ മുമ്പിലേക്ക് ഈ വിഭവങ്ങൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് രുചിച്ചു നോക്കാനുള്ള സമയമല്ല. നമ്മൾ രുചിച്ചു നോക്കുന്നതോടൊപ്പം തന്നെ ആ വീട്ടിലുള്ള രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ രുചിച്ചു നോക്കും. കാരണം ഉപ്പോ മുളകോ മറ്റെന്തെങ്കിലുമൊക്കെ കുറവോ കൂടുതലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ വിഭവം ഗസ്റ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച് കഴിഞ്ഞ് ഗസ്റ്റ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് കുറഞ്ഞാലും കൂടിയാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതേപോലെ ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്ക് വിഭവങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നുള്ള ബോധം നമുക്കുണ്ടോ? നമസ്കാരം എന്ന് പറയുന്നത് ഒരു വിഭവമാണ്. അതേപോലെ തന്നെ ആരാധനാകർമ്മങ്ങൾ ഒരു വിഭവമാണ്. അവിടെ എത്തുമ്പോൾ അള്ളാഹ് പറയാണ്, ഈ വിഭവത്തിൽ ഇന്ന ചേരുവയുടെ കുറവുണ്ടല്ലോടാ എന്ന് പറഞ്ഞാൽ അപ്പോൾ തിരുത്താൻ ഞാൻ എങ്ങോട്ടാണ് ഓടിപ്പോവുക എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ജീവിതത്തെ ഒന്നും കൂടി ഒന്ന് ചിന്തിച്ച് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റണം. അവിടെയാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ വാക്ക്, ഹസിബു അൻഫുസക്കും, അല്ലേ? നിങ്ങളെന്താക്കണം, നിങ്ങളൊന്ന് വിചാരണ ചെയ്യണം. എന്തിനു മുമ്പ്? നിങ്ങളെ റബ്ബ് വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യണമെന്നുള്ള വാക്ക് വളരെ അർത്ഥവത്താവുന്ന അവിടെയാണ്. ഖുർആൻ സുന്ദരമായിട്ട് പറഞ്ഞു തരുന്നതും അങ്ങനെ തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നീ കുറേ ജീവിക്കുന്നുണ്ടല്ലോ, പക്ഷെ നാളേക്ക് വേണ്ടിയിട്ട് എന്താ ഉള്ളത്, എന്താ ഉള്ളത് എന്ന് ഇടക്കിടക്ക് ചോദിക്കുന്നൊരു മനുഷ്യന് മാത്രമാണ് ഇന്നതൊക്കെ ഉണ്ട് പടച്ചോനെ എന്ന് അള്ളാഹിൻ്റെ മുമ്പിലേക്ക് പറയാനും സമർപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു ചെക്ക് ലിസ്റ്റ് എപ്പോഴും നമ്മുടെ കൂടെ വേണം. ഒന്ന് ഇവാലുവേഷൻ നടത്താൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തെ.